ഒരു സാധാരണക്കാരനായി അയാൾ വീണ്ടും എത്തുകയാണ്. രഘുവരനെ പോലെ, തമിഴിനെ പോലെ, കർണനെ പോലെ ഒരു ഓർഡിനറി മാനായി, നാട്ടുംപുറത്തുകാരനായി. തന്റെ ഗ്രാമത്തിൽ കണ്ട, മനസ്സിൽ പതിച്ച കഥാപാത്രങ്ങളെ ആസ്പദമാക്കിയ ഒരു സിനിമ. സിമ്പിൾ പ്ലോട്ടിൽ ഒരു സാധാരണ പടം. ധനുഷിന്റെ ഇഡ്ലിക്കടൈ. ധനുഷ് സംവിധാനം ചെയ്യുന്ന 4ാമത്തെ സിനിമയാണ് ഇഡ്ലിക്കടൈ. അതിൽ താൻ തന്നെ നായകനാകുന്ന 2ാമത്തെ ചിത്രവും. ഈ വർഷം ധനുഷ് സംവിധാനം ചെയ്യുന്ന 2ാമത്തെ സിനിമ കൂടിയാണ് ഇഡ്ലിക്കടൈ. അവസാനമായി അദ്ദേഹത്തിന്റെ സംവിധാനത്തിലെത്തിയത് യുവതാരങ്ങളെ അണിനിരത്തിയ നിലവുക്ക് എന്മേൽ എന്നടി കോപമാണ്. സിനിമയിലെ ഗാനങ്ങൾ ഏറെ തരംഗമുണ്ടാക്കിയെങ്കിലും തിയേറ്ററിൽ ചിത്രം പരാജയമായി. കഴിഞ്ഞ വർഷം ഇറങ്ങിയ റായനാകട്ടെ ധനുഷിന്റെ സംവിധാന അഭിനയ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു. 154 കോടിയാണ് റായൻ ആഗോളതലത്തിൽ നേടിയത്. പിന്നാലെ താൻ നായകനായി എത്തിയ ശേഖർ കമുലയുടെ കുബേരയും 100 കോടി മാർക്ക് കടന്നിരുന്നു. ഇഡ്ലിക്കട എത്തുമ്പോൾ ഹാട്രിക് ആകും ധനുഷിന്റെ ലക്ഷ്യം.